നമസ്കാരം. നമ്മുടെ CMT ടൂള് പറ്റിയൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. നമ്മളെ ഫ്രാഞ്ചൈസി ഗുരുപുരോഗരെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കമ്പനി ഫണ്ടിങ് മോഡലിൽ ഹിറ്റാച്ചി ATM ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നവർക്ക് പുതിയ ഫണ്ടിങ് പാറ്റേണുള്ള CMT ടൂളിലേക്ക് അവരെ പോർട്ട് ചെയ്തതായിട്ട് ഒരു ഇൻവിറ്റേഷൻ മെയിൽ ഫ്രാഞ്ചൈസികൾക്ക് വന്നിരുന്നു. എന്താണ് CMT എന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും കൂടെ കയറി കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ATM സർവീസ് കേരളം എന്നുള്ള ചാനൽ ഓൾറെഡി ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ CMT ടൂൾ എന്താണെന്ന് അതിനകത്ത് അറിയാം. അപ്പോൾ ചില ഫ്രാഞ്ചൈസികൾക്ക് CMT ടൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ EOD എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫണ്ട്, നിങ്ങളുടെ ഫിക്സഡ് ഫണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ATMയിലൂടെ തന്നിരിക്കുന്ന പൈസ ഓൾറെഡി മെഷീൻ റിവേഴ്സായി പോയി 0 ആയതിനു ശേഷമേ മെഷീനിലോട്ട് ക്യാഷിന് ഫണ്ട് ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം പല ഫ്രാഞ്ചൈസികളും ടെക്ബീസിലെ പ്രഗതി ATM 2 MFലുള്ള ഞങ്ങളെല്ലാ ഫ്രാഞ്ചൈസികളും ഞങ്ങൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏതൊക്കെ സൈറ്റാണ് CMTയിലുള്ളത്, നിങ്ങൾ എന്ന് ഫണ്ട് മാറ്റണം, EOD എടുക്കണം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്ത ആൾക്കാർക്ക്, അതൊന്നും മനസ്സിലാവാത്ത ആൾക്കാർക്ക്, എന്താണ് ഇവർ പറയുന്നതെന്ന് അറിയാത്ത ആൾക്കാർക്കും മറ്റ് MFയിലുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റ് MFയിലുള്ള ആൾക്കാർക്കും നമുക്ക് തോന്നിയും കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ടെക്ബീസ് പ്രഗതിക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാ MFയിലുള്ള ഫ്രാഞ്ചൈസികൾക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഹിറ്റാച്ചി സംബന്ധിച്ചുള്ള മെയിൽ നിങ്ങളുടെ മെയിലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ഓപ്പൺ ആക്കുക, അതിനകത്ത് നിങ്ങളുടെ ATM ID, ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നത് MCRM 7852 എന്ന് പറയുന്ന ATM ID ആണ് ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചിരുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ താഴെ CMT എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഇത് ഫോണിലും ചെയ്യാവുന്ന, ലാപ്ടോപ്പോ സിസ്റ്റമോ ഒന്നും വേണമെന്നില്ല. നിങ്ങൾ Gmail ഓപ്പൺ ആക്കുക, സെർച്ച് ബട്ടൺ കാണും മുകളിൽ, അവിടെ CMT എന്നുള്ള, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ലാപ്പിൽ ചെയ്യുന്നേ ഉള്ളൂ, ഫോണിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ട് CMT സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഒക്ടോബർ 28 നിങ്ങൾ CMTയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൽ ഹിറ്റാച്ചിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഇത് ഈ ആളുടെ പേര് തന്നെ ആയിരിക്കണമെന്നില്ല. CMT ടൂളിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും ഉണ്ട് മെയിൽ അയക്കുന്നത്. അപ്പം ഇത് മെയിൽ അയച്ച കൺസേൺ ഓഫീസറുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്, സെൻറ്റിൻ്റെ പേരിൽ സെൻറ്റർ നെയിമായിട്ട്. പിന്നെ സബ്ജക്റ്റ് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ക്യാഷ് ഔട്ട് CMT കാളിംഗ് പ്രോസസ്സ് എന്നും പറഞ്ഞുകൊണ്ടും കാണും. അപ്പോൾ ഇതിനകത്ത് എന്താണ് CMT, പഴയ പ്രോസസ്സ് എന്താണ്, പുതിയ പ്രോസസ്സ് എന്താണ്, ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ലെറ്റർ മുഖാന്തരം കമ്പനി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഓൾഡ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, പുതിയ CMT പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ഫണ്ട് വരും, എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ഫണ്ടിങ് ഒരു ഉൾക്കൊള്ളാൻ പോകുന്നതെന്നെല്ലാം നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രാഞ്ചൈസിയുടെ മെയിൽ ID, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഹെഡ് പളനി സാറിൻ്റെ മെയിൽ ID, പിന്നെ നമ്മുടെ MFൻ്റെ മെയിൽ ID, പിന്നെ ഈ മെയിൽ വന്ന ഡേറ്റ് നോക്കുക, 28/2025 8 PM നിങ്ങൾക്ക് മെയിൽ വന്നിരിക്കുന്നത്. ATM ID കാണും. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 4 ദിവസമായി മെയിൽ വന്നിട്ട്. അപ്പോൾ ഈ സൈറ്റ് CMTയിൽ സെലക്ട് ആയി. ഇങ്ങനെ പലർക്കും മെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഇപ്പോഴും ഫണ്ട് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് മെയിൽ വന്ന ആൾക്കാർക്ക് ഡെയിലി സെറ്റിൽമെൻറ്റ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോഴവർ കരുതുക നിങ്ങളുടെ സൈറ്റ് CMTയിലോട്ട് പ്രോസസ്സ് ചെയ്യാൻ പോയതുകൊണ്ടാണ് നിങ്ങളുടെ സൈറ്റ് ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോപ്പായ ആൾക്കാരും അല്ലെങ്കിൽ വരാത്ത ആൾക്കാരും ആരൊക്കെ ഉള്ളിൽ നോക്കാം. ജസ്റ്റ് നിങ്ങൾക്കുള്ള ICD നോക്കുമല്ലോ നമ്മൾ, ജസ്റ്റ് ICD ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ATM ID കൊടുക്കുന്നു, അതിൻ്റെ കൂടെ DMS എന്ന് കൊടുക്കുന്നു. ഓക്കെ, സെർച്ച് ചെയ്യുന്നു. അപ്പോൾ DMS ഡാഷ്ബോർഡ് വഴി ഇന്ന് വന്ന ICD മെയിൽ നമുക്ക് നോക്കാം. ഒക്ടോബർ 31 ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. ലാസ്റ്റ് വന്ന ICD നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ 1 മുതൽ 31 വരെയുള്ള ഫുൾ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. 1 മുതൽ 31 വരെയുള്ള ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് 28 കമ്പനി ഒരു മെയിൽ അയച്ചേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് CMT ഇൻവിറ്റേഷൻ മെയിൽ വന്നാൽ 28. പക്ഷേ നമ്മൾ ഈ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് എന്നുള്ള കോളത്തിൽ 28 എന്തോ ഒരു പെട്ടെന്നൊരു അനക്കം നടന്നിട്ടുണ്ട്. ഓൾറെഡി എന്താണത്, ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസിക്ക് 2 lakhs റുപ്പീസിൻ്റെ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് -2 lakhs എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ദിവസത്തിന് ശേഷം 28 ശേഷം ഈ ഫ്രാഞ്ചൈസിക്ക് ഫണ്ടിങ് ഒന്നും വന്നിട്ടുമില്ല, 000 ആണ്. അതുവരെ ഡെയിലി പൈസ വന്നുകൊണ്ടിരുന്ന ഫ്രാഞ്ചൈസിക്ക് 28 ശേഷം ഒരു ഫണ്ടും വരുന്നില്ല. അപ്പോൾ അവർ ഓൾറെഡി CMT ടൂളിലാണ്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് അവർ മൈനസ് ഇട്ടാക്കുന്നത്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ ഈ കിടക്കുന്നതിനകത്തുള്ള പൈസ എല്ലാം, അതായത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റിൽ നിന്നുള്ള കോളത്തിൽ കിടക്കുന്നതെല്ലാം തിരിച്ച് കമ്പനിക്ക് പോകുന്ന പൈസ. ഇത് ഓൾറെഡി നമ്മൾ ടെക്ബീസിലെ ഫ്രാഞ്ചൈസിക്ക് ഓൾറെഡി നമ്മളിത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അറിയാത്ത ആൾക്കാർ ഇവിടെ കേൾക്കുക.
ക്രെഡിറ്റ് ഡെബിറ്റ് കോളത്തിലുള്ള എമൗണ്ട് തിരിച്ച് കമ്പനിക്ക് പോകുന്ന എമൗണ്ടാണ്. അപ്പോൾ 28-ാം തീയതി ഒരു നിശ്ചിത എമൗണ്ട് 2 ലക്ഷം രൂപ ഇതിനകത്ത് ആൾറെഡി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അപ്പം 2 lakhs എന്തായാലും അഡീഷണൽ ഫണ്ടോ ഹോളിഡേ ഫണ്ടോ ഒന്നും റിക്കവറി പോയതായിരിക്കത്തില്ല. കാരണം ഈ സൈറ്റിൻ്റെ ആവറേജ് ട്രാൻസാക്ഷൻ ഒരു 50,000 1,80,000-നകത്താണ്. അപ്പോൾ 2 ലക്ഷം ഫിക്സഡ് ഫണ്ടിനകത്ത് ഡെയിലി ഇതിൻ്റെ ട്രാൻസാക്ഷൻ തീരും. ഒരു സൈറ്റിലേക്ക് കമ്പനി കൊടുക്കുന്ന ഫിക്സഡ് ഫണ്ട് 1.5 ദിവസത്തെ ക്യാഷാണ് കൊടുക്കുന്നത് ഫ്രാഞ്ചൈസി മോഡൽ സൈറ്റുകൾക്ക്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, താഴോട്ട് നോക്കുക. ഇതിൻ്റെ താഴെ ക്രെഡിറ്റ് ഡെബിറ്റ് എമൗണ്ട് എന്താണെന്നും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ മെയിൽ ഇങ്ങനെ നോക്കിയാൽ പോലെ ഇതിൻ്റെ ഇങ്ങോട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ ഫോണിലാണെങ്കിൽ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇതിനകത്ത് FLF എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, അതായത് ഹോളിഡേക്ക് കൊടുക്കുന്നതും നിങ്ങളുടെ ഫിക്സഡ് ഫണ്ട്, അതായത് നിങ്ങൾക്ക് ഹോളിഡേക്ക് തരുന്ന പൈസയിൽ നിങ്ങളുടെ ഫിക്സഡ് നിങ്ങളുടെ കയ്യിൽ തരുന്ന പൈസ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ വരുന്നതാണ് FLF ഡേറ്റ എന്ന് പറഞ്ഞത്. ഹോളിഡേക്ക് തരുന്നതെല്ലാം ALF അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ALF സൈറ്റാണ് ALF വരും. അഡീഷണൽ ആയിട്ട് തരുന്നത് ഫിക്സഡ് ഫണ്ടിൽ കൂട്ടുന്നതായിരിക്കും അത് വരുന്നത്. തിരിച്ച് പോകുന്ന സൈറ്റിനകത്ത് ഏറ്റവും താഴെ 2 lakhs അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാ ഡേറ്റ് നോക്കുക. അപ്പോൾ നോക്കുക, ഇങ്ങോട്ട് ആ പേജിൽ തന്നെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഫോണിലോ 28-ാം തീയതി ഒരു പൈസ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. 28-ാം തീയതി 2 ലക്ഷം രൂപ അതാണ്ട് നമ്മുടെ FLF എന്നുള്ള കോളത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ ലോഡിങ് ഫണ്ടിനകത്ത് നമുക്ക് തിരിച്ച് പോകാനുള്ള പൈസയാണ് അവർ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ സൈറ്റിലോട്ട് ഈ 2 ലക്ഷം രൂപ പോയി കഴിഞ്ഞാൽ ഈ സൈറ്റ് ഈ കമ്പനി കൊടുത്ത പൈസ 2 ലക്ഷം രൂപ മാത്രമേ ഫ്രാഞ്ചൈസിയുടെ കയ്യിലുള്ളൂ. ആ പൈസ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഓൺ ഫണ്ടിങ്, അതായത് കമ്പനിയുടെ പുതിയ CMD ടൂൾ പ്രകാരമുള്ള ഫണ്ടിങ്ങിലേക്ക് ഇവർക്ക് മാറാൻ പറ്റും. അപ്പോൾ 28-ാം തീയതി ഇവർക്ക് പൈസ വന്നില്ല. 28-ാം തീയതി സൈറ്റിന് ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് നോക്കുക. 28-ാം തീയതി സൈറ്റിൽ 28/10/25 77,600 രൂപ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി ഈ സൈറ്റിൽ ഡിസ്പെൻസായി. 77,600 സൈറ്റിൽ പോയോളൂ. പക്ഷേ ഈ സൈറ്റിൽ ഡെപ്പോസിറ്റായിട്ട് 1 ലക്ഷത്തി, അതായത് ഈ കോളം നോക്കുക, ഈ കോളം എന്താണെന്നൂടെ നോക്കിയോ. ഈ കോളം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഡെപ്പോസിറ്റ് പൈസയാണ്. അപ്പോൾ ആ കോളത്തിനകത്ത് 1,01,700 രൂപ ഡെപ്പോസിറ്റ് വന്നു. അപ്പോൾ അന്ന് CMD അന്ന് ഈ ഫ്രാഞ്ചൈസിക്ക് ആ ദിവസം തന്നെ 28-ാം തീയതി തന്നെ 2 ലക്ഷം രൂപ വിഡ്രോവൽ നടന്നിരുന്നെന്ന്, ഡെപ്പോസിറ്റ് 0 ആയിരുന്നുണ്ടെങ്കിൽ ഈ CMD പ്രോസസ്സ് അന്ന് തന്നെ അവസാനിച്ചിരുന്നു. കാരണം അന്ന് തന്നെ ഇയാൾക്ക് ആ പൈസ പിറ്റേ ദിവസം ഈ സൈറ്റ് 0 ആയി ഈ സൈറ്റ് CMDയിലോട്ട് ഓട്ടോമാറ്റിക് മാറിയായിരുന്നു. ഓക്കെ, അപ്പോൾ 28-ാം തീയതി മെയിൽ വന്ന പ്രകാരം ഞങ്ങൾ ഫ്രാഞ്ചൈസി ഇൻഫോം ചെയ്തു, നിങ്ങൾ ഓൾറെഡി CMD പ്രോസസ്സിലുള്ള ആളാണ്, നിങ്ങളുടെ മെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ റിജക്റ്റ് പിന്നെ കിടക്കുന്ന പൈസ 40,000 താഴെയാണെങ്കിലും CMD പ്രോസസ്സ് പ്രകാരം നിങ്ങൾക്ക് എലിജിബിളാണ്. നിങ്ങൾക്ക് ആ 40,000 താഴെയുള്ള EOD എടുത്ത് നിങ്ങൾക്ക് ആ പൈസയും കൂടെ നിങ്ങളുടെ കാസറ്റിലോട്ട് നിറയ്ക്കണം. അതായത് റിജക്റ്റ് പിന്നിൽ ഒരു 30,000 രൂപ 500 നോട്ട് കിടപ്പുണ്ടെങ്കിൽ ആ നോട്ട് നിറയ്ക്കരുത്. അതിന് പകരം ഒരു 30,500 വേറെ നമ്മൾ ബാങ്കിൽ നിന്ന് മാറിയോ അല്ലെങ്കിൽ മറ്റ് ഷോപ്പുകളിൽ നിന്ന് മാറിയോ നമ്മൾ ചേഞ്ച് ചെയ്ത് പകരം ആ നോട്ടും കൂടെ നമ്മൾ നമ്മുടെ കാസറ്റുകളിൽ വെച്ച് നിങ്ങളുടെ ഫുൾ ആ എമൗണ്ടും റിക്കവർ ആവാൻ വേണ്ടി ഉള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് EOD കൊടുക്കുക. അപ്പോൾ EOD കിട്ടി, നമ്മൾ ഈ ഫ്രാഞ്ചൈസി EOD കിട്ടി ആ പൈസ വെച്ചു. ഓക്കെ, 28-ാം തീയതി അവർക്ക് 77,000 പോയുള്ളൂ. പക്ഷേ ഡെപ്പോസിറ്റിൽ 1 lakh വന്നു. അപ്പം എപ്പോഴും നമ്മൾ സൈറ്റ് അറിയാമല്ലോ, വിഡ്രോവൽ എമൗണ്ട് ഡെപ്പോസിറ്റ് എമൗണ്ട് കഴിച്ചിട്ടാണ് നമുക്ക് സെറ്റിൽമെൻറ്റ് വരുന്നത്. അപ്പം സെറ്റിൽമെൻറ്റ് ഇതിന് 28-ാം തീയതി വരത്തില്ല, കാരണം ഓൾറെഡി റിക്കവറി കിടപ്പുണ്ട്. പക്ഷേ ഇത് അന്ന് ഈ ഫ്രാഞ്ചൈസിക്ക് 1 ലക്ഷം രൂപ വന്നതുകൊണ്ട് അതും അന്ന് റിക്കവറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 29-ാം തീയതിയിലേക്ക് നോക്കുക. ഇപ്പം 28-ാം തീയതി ഫ്രാഞ്ചൈസിക്ക് റിക്കവറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ സൈറ്റിൽ എത്രയാണ് ഡെപ്പോസിറ്റ് വന്നത്? 1,01,700 മൈനസ് 77,600. അപ്പോൾ എത്ര? 24,100 ഈ സൈറ്റിൽ അന്ന് ഡെപ്പോസിറ്റ് പൈസ വന്ന ഇനിയും കിടപ്പുണ്ട്. ഓക്കെ, ഇതൊരു 77,600 ആയിരുന്നെങ്കിൽ ഡെപ്പോസിറ്റ് വന്നതും വിഡ്രോവലും നടന്നതുകൊണ്ട് ടാലി ആയി പോയിന്. പക്ഷേ 28-ാം തീയതി നടന്ന ട്രാൻസാക്ഷനിൽ തന്നെ 24,100 രൂപ അധികം ആ സൈറ്റിൽ വീണ്ടും കിടക്കുക കസ്റ്റമർ ഡെപ്പോസിറ്റ് പൈസയായിട്ട്. അതെന്തോ ചെയ്തു, പിറ്റേ ദിവസം
29-ാം തീയതിയിലത്തെ ട്രാൻസാക്ഷനകത്ത് ആ 24,100 കമ്പനിക്ക് പോകാൻ ഡെപ്പോസിറ്റ് പൈസയും കൂടെ ക്യാരി ഫോർവേഡായിട്ട് വന്നു. അപ്പോൾ 29-ാം തീയതിയും ഈ റിക്കവറി അതേപോലെ തന്നെ പെൻഡിങ് നിൽക്കുക. വീണ്ടും 2 ലക്ഷം റിക്കവറിയുടെ കിടപ്പുണ്ട്. ഓക്കെ, അതാണ് ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 29-ാം തീയതിയിലെ ട്രാൻസാക്ഷനകത്ത് അന്ന് 82,200 രൂപ ഡിസ്പെൻസ് ആയി. പിന്നെ അതിൻ്റെ കൂടെ ഈ പഴയ ക്യാരി ഫോർവേഡോടെ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ 82,200 മൈനസ് 24,100 ഈസ് ഈക്വൽ ടു 58,100 രൂപ ആണ് അന്ന് ഈ 2 ലക്ഷത്തിന് രൂപയ്ക്കകത്ത് തിരിച്ചു പോയത്. ഓക്കെ, അതായത് 2 ലക്ഷം രൂപ റിക്കവറി ഫുൾ ഫണ്ടിങ് ഫൈറ്റ് തിരിച്ച് പോകാനുള്ളതിനകത്ത് 28-ാം തീയതി ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അന്ന് ഡെപ്പോസിറ്റ് വന്നതുകൊണ്ട് അന്ന് അവർക്ക് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അന്ന് തന്നെ ഡെപ്പോസിറ്റ് അധികമായി 24,000 രൂപ 100 എക്സ്ട്രാ ഉണ്ടായിരുന്നുകൊണ്ട് അത് ക്യാരി ഫോർവേഡ് 29-ാം തീയതി വന്നു. അന്നും വിഡ്രോവൽ 82,000 ക്യാരി ഫോർവേഡ് വയസ്സ് 24,000 കഴിഞ്ഞിട്ട് 58,100 മാത്രമേ കമ്പനിക്ക് റിക്കവറി എടുക്കാൻ പറ്റുള്ളൂ ഈ സൈറ്റിൽ നിന്ന്. അപ്പോൾ പിറ്റേ ദിവസം ബാക്കി അപ്പോൾ 2 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് ഈ 58,100 കുറച്ചാൽ എത്രയാണ്? 1,41,900. അതാണ്ട് ആ കാണുന്ന 1,41,900 30-ാം തീയതി ഈ സൈറ്റിൽ നിന്ന് റിക്കവറി പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. 30-ാം തീയതി ഈ സൈറ്റിൽ 1,41 പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ടൂളിലോട്ട് മാറും. പക്ഷേ 30-ാം തീയതി ഈ സൈറ്റിലോട്ട് പോയാൽ എത്രയാണ്? 1,29,700 അന്ന് ഡിസ്പെൻസ് ആയുള്ളൂ. ഓക്കെ, അപ്പം 1,41,900 മൈനസ് 1,29,700 12,200 രൂപയും കൂടെ ഇനി ഈ സൈറ്റിൽ പോകാറുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്താക്കുന്നത് എന്ന് വന്ന ICD മെയിലാണ് 31-ാം തീയതി വന്ന ICD മെയിലാണ്. ഓക്കെ, ഇനി 1-ാം തീയതി 1 നവംബറിൽ വരുന്ന ICD മെയിലിൽ ഇപ്പോൾ ഞാനിന്ന് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് 1-ാം തീയതി രാത്രി എന്ന് പറഞ്ഞാൽ രാവിലെ 2:28 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ 1-ാം തീയതി തന്നെ ഒരു 9 മണിയാകുമ്പോൾ ഇത് ICD മെയിൽ വരും. അതിനകത്ത് ഈ 12,000 രൂപ കൂടെ റിക്കവറായി പോയി കഴിഞ്ഞാൽ ഈ സൈറ്റ് CMT ഉള്ളിലോട്ട് മാറും. പിന്നെ ഓൾറെഡി നിങ്ങൾ CDM ചെയ്യുന്ന ഫ്രാഞ്ചൈസികൾ ചെയ്യുക. കാരണം CDM മിഷനകത്ത് എപ്പോഴും ഓരോ കാസറ്റിലും 5 നോട്ട് വെച്ചിട്ട് പെൻഡിങ് ആയിരിക്കും. 5 നോട്ട് വെച്ചിട്ട് പെൻഡിങ് ആയിരിക്കും. എല്ലാ മെഷീനിൽ നിന്ന് പോകണമെന്നില്ല. ഇപ്പോൾ 100-ൻ്റെ 5 നോട്ട് ഒരു കാസറ്റ് ഇരിക്കുമായിരിക്കും. അത് ചിലപ്പോൾ തിരിച്ച് പോകണമെന്നില്ല. അത് തന്നെ 500 രൂപയുടെ കാര്യമായി. പിന്നെ 200-ൻ്റെ നോട്ട് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും 5 നോട്ട് ഒരുപോണ്ടെങ്കിൽ അതും 1000 രൂപയുടെ കാര്യമായി. 500-ൻ്റെ 5 നോട്ട് ചിലപ്പോൾ മെഷീനിൽ തന്നെ കാണും, പോകത്തില്ല, കാസറ്റിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതായപ്പോൾ 2,500. അപ്പോൾ 2,500 പ്ലസ് 100, 200-ൻ്റെ 1000 രൂപ പ്ലസ് 100-ൻ്റെ 5 നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ 500 നോട്ട്. അപ്പം ശരാശരി ഒരു 4,000 രൂപയോളം നമ്മുടെ മെഷീനിൽ നിന്ന് ചിലപ്പം പോവാതെ തന്നെ ഇരിക്കും. പക്ഷേ ഈ 4,000 പെൻഡൻസി ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ മെഷീൻ നിങ്ങളെ CMTയിലോട്ട് മാറ്റാതിരിക്കത്തില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു 10-20 സൈറ്റ് ഈ ടൂള് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. പല ഫ്രാഞ്ചൈസികളും നമ്മൾ ഡിസ്പെൻസ് ഉള്ള ടൈം ആയതുകൊണ്ട്, കാരണം നിങ്ങൾക്കറിയാം പെൻഷനെ കൊടുത്ത സമയമാണ്. പല ഫ്രാഞ്ചൈസികളും നമ്മളത് പറഞ്ഞ് ഈ ഒരു ടൈം ഇട്ടുകൊണ്ട് നമുക്ക് പൈസ തികയോ, ഇത് ടൂളിലോട്ട് മാറാൻ ഒരുപാട് സമയം എടുക്കും, രൂപ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ടൂള് അവിടെ മാറാതിരിക്കത്തില്ല. ഓക്കെ, പിറ്റേ ദിവസം തന്നെ പ്രോസസ്സ് നമുക്ക് ചെയ്ത പല ഫ്രാഞ്ചൈസികൾക്കും ഇതേപോലെ ഒരു 4,000 രൂപയുടെ വ്യത്യാസം. കാരണം 5 നോട്ട് പോകത്തില്ല, അത് കമ്പനിക്ക് അറിയാം. പക്ഷേ ഇങ്ങനൊരു പെൻഡൻസി ഉള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഏത് നമ്മുടെ ഉള്ള ആൾക്കാരായാലും മറ്റേ MFലുള്ള ആൾക്കാരായാലും ഈ ദിവസം ഇന്ന ഒരു പെൻഡൻസിയിൽ ഇത്ര നോട്ടുകൾ ടൂളിലോട്ട് പോകാനായിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു എന്ന് വെച്ചേക്കുക. ഈ പൈസ കമ്പനി ആറ്റിക്കളയുന്ന നിനക്ക് കളയൂല, അവർ നിങ്ങൾക്ക് ലോഡ് ചെയ്ത് തന്ന പൈസയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രാം ദിവസം ഇന്ന ടൂള് പ്രകാരം നമുക്ക് ഇത്ര രൂപ ഉണ്ടായിരുന്നു, നിങ്ങളുടെ റെക്കോർഡിൽ അത് കീപ്പ് ചെയ്ത് വെക്കുക. നാളെ ഒരു സമയത്ത് വിളിച്ച് MFനോട് ചോദിച്ചിട്ട് എൻ്റെ അതിനകത്ത് അന്ന് ടൂളിലോട്ട് മാറുന്ന ദിവസം എത്ര രൂപ ഉണ്ടായിരുന്നു സാറേ എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല.
ആ ഒരു ഉത്തരവ് നിങ്ങൾ ഏറ്റെടുത്ത് വെക്കണം. നിങ്ങൾ ആ ടൂള് മാറുന്ന ദിവസം നിങ്ങൾ ഈ ATM പൈസ ഉണ്ടായിരുന്നല്ല, ഓരോ ക്യാസറ്റിലും ചിലപ്പോൾ ഒരു 2 നോട്ട് 3 നോട്ട് 4 നോട്ട് വെച്ചിട്ട് പെൻഡൻസി ഉണ്ടാവും പോകാത്തത്. പക്ഷേ പിറ്റേ ദിവസം കമ്പനി അത് വെച്ച് ഫണ്ട് ചെയ്യും. പക്ഷേ എന്നെങ്കിലും ഈ റിക്കൺസിലേഷൻ നടന്നതിന് ശേഷം ചിലപ്പോൾ അവർ നിങ്ങളുടെ പേ ഔട്ടിൽ നിന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ പൈസ ഹിറ്റാച്ചർ ഇന്ന കറണ്ട് അക്കൗണ്ടിൽ അടയ്ക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഇല്ലായിരുന്നു സാറേ എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യണം. നമുക്ക് കോർപ്പറേറ്റ് കമ്പനിയായിട്ട് തല്ലുകൂടാനല്ല നമ്മൾ നടത്തുന്നത്. നമുക്ക് എല്ലാ കാര്യവും വൈറ്റ് പേപ്പർ പോലെ ക്ലാരിറ്റിയിലായിരിക്കണം നടക്കേണ്ടത്. ഓക്കെ, അത് ഉറപ്പ് വരുത്താനും കൂടെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു 3-4 നോട്ട് വ്യത്യാസം ഷോർട്ട് കാണും. ഷോർട്ടെന്നല്ല, തിരിച്ച് CMD വഴി പോകാത്ത കാണും. അപ്പോൾ അത് നമുക്ക് കുത്തി കളയാനൊന്നും പറ്റത്തില്ലല്ലോ. മിഷനകത്ത് കോൺഫിഗർ ചെയ്തൊക്കെ അങ്ങനെ ലാസ്റ്റ് ഒരു 4 നോട്ട് കാസറ്റിൽ കിടക്കും എന്ന രീതിയിലാണ് CD മിഷൻ്റെ ഇൻസ്റ്റാൾ വെച്ചേക്കുന്നത്. NCR മിഷനാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടായിരിക്കും അതിൽ കിടക്കുന്നത്. ഒരു നോട്ട് ഒഴിച്ച് ബാക്കി ഡിസ്പെൻസ് ആവും. ഒരു നോട്ട് നമ്മൾ ടെസ്റ്റ് ക്യാഷ് അടിക്കുന്ന നോട്ട് തിരിച്ച് കാസറ്റിൽ പോകണതാണ്. CDMൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. 5 വെച്ച് അതിനകത്ത് കാണും. അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഫണ്ട് വരും. പക്ഷേ അത് ഏതൊക്കെ നോട്ടാണ് നിങ്ങൾ എഴുതി വെക്കണം, ഒരു മെയിലിലാക്കിയിടണം. എഴുതിയൊക്കെ വെച്ച് അതിൻ്റെ പാട്ടിന് പോവും. ഒരു ഡയറി നിങ്ങൾ എപ്പോഴും സൈറ്റിൽ രജിസ്റ്ററിനകത്ത് ഒരു ഡയറി വാങ്ങിച്ച് നിങ്ങൾ എപ്പോഴും സൈറ്റിൽ കീപ്പ് ചെയ്തേക്കണം. ഓരോ ദിവസം നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റും കുറിച്ച് വെക്കുക. 5 സൈറ്റുള്ളവർക്ക് ഓരോ സൈറ്റിൽ 5 ഡയറി വെച്ച് അത് ഇന്ന ദിവസം ഇന്നൊരു പെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മ വരും. വേണമെങ്കിൽ ആ ദിവസം നമുക്ക് അതിൻ്റെ റീപ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ആ ദിവസത്തെ EG എടുക്കാം. അപ്പം നമുക്ക് മിഷനിൽ തന്നെ കിട്ടും. ഒന്നും ഓർക്കാതെ സാറേ അന്ന് എന്താണ് നടന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ബ്ലൈൻഡായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അത് ഓർത്ത് വയ്ക്കുക. പിന്നെ EOD എടുക്കാൻ നമുക്ക് എഞ്ചിനീയർമാരെ വിളിക്കുമ്പോൾ EOD ചിലപ്പം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ താമസിച്ചാണ് നമുക്ക് EOD ഓപ്പൺ ആവുന്നത്. എഞ്ചിനീയർമാരെ കുറ്റമല്ല. കാരണം ഇത്രയും ഒരു 10,000-15,000 ATM സൈറ്റുള്ളതിനകത്ത് ഒരു ഫുൾ ഫണ്ടിങ് തന്നെ ഒരു 5,000 ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിനകത്തൊരു 1,000 വെച്ചൊക്കെ ആയിരിക്കും കമ്പനി ചെയ്യുന്നത്. അല്ലെങ്കിൽ 500 വെച്ചായിരിക്കും കമ്പനി ടൂളിലോട്ട് മാറ്റാൻ നോക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ അത്രയും പേരൊക്കെയുള്ള EOD എടുക്കണം. അപ്പോൾ അത് ഓരോ സൈറ്റ് ID സീരിയൽ നമ്പറൊക്കെ വെച്ചാണ് എടുക്കുന്നത്. നമ്മൾ റെഗുലറായിട്ട് ജസ്റ്റ് തുറക്കുന്ന പോലല്ല. ബൾക്കായിട്ട് വരുമ്പോൾ അത് എഞ്ചിനീയറുടെ സമയം, ഫ്രാഞ്ചൈസിയുടെ സമയം 4 മണിക്കൂർ ഡോക്കറ്റ് നമ്പറിന് വാലിഡിറ്റി ഉള്ളൂ. അതനുസരിച്ച് തുറക്കാനായിട്ട്. അപ്പോൾ അത് ആ ഡോക്കറ്റ് എടുത്ത് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈം ബൗണ്ടായിട്ട് നമ്മളത് തുറന്ന് ചെയ്യണം. പിന്നെ സമയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത EOD എടുക്കാൻ വീണ്ടും താമസമുണ്ട്. അപ്പോഴും നമ്മൾ MFൻ്റെ സ്റ്റാഫിനടുത്ത് ചൂടായിട്ടോ എഞ്ചിനടുത്ത് വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമൊന്നുമില്ല. കാരണം നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അതിന് ആരും വരില്ല. ഡിസ്പെൻസ് ഉള്ള സൈറ്റുകളിലെല്ലാം 2 ദിവസം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ എമൗണ്ട് മാറി പിറ്റേ ദിവസം CMDയിൽ പൈസ വന്നു. അതുകൊണ്ട് നമുക്ക് 20 മുകളിൽ സൈറ്റ് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ടെക് ബിസിൻ്റെ മാനേജ്മെൻറ്റ് ടീമിന് തന്നെയാണ്. അനുപമ രാഗി ഉള്ളവരാണ് ചെയ്ത് തീർത്തത്. അതുകൊണ്ട് നമ്മുടെ ഫ്രാഞ്ചൈസികൾ പെട്ടെന്ന് കോപ്പറേറ്റ് ചെയ്തു. കാര്യങ്ങളവർക്ക് മനസ്സിലായി. നമ്മുടെ എഞ്ചിനീയർമാരും പെട്ടെന്ന് EOD എടുത്ത് സഹായിച്ചു. എല്ലാവരെയും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മളെ കാര്യങ്ങൾക്ക് കൂടെ നിന്നു. എഞ്ചിനീയർമാരും ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രാഞ്ചൈസികളും. കാരണം നമ്മൾ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മനസ്സിലാവാത്തവർക്ക് ഒരു വീഡിയോ നമ്മൾ ചെയ്തു. നമ്മളതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? നമുക്കതിന് കുറച്ച് വീഡിയോ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. കാരണം നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഓൺലൈൻ ക്ലാസ് നടത്തി പരിചയമില്ല. പക്ഷേ നമ്മളെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താണെന്ന്. നമ്മളെ ഇതിൽ തന്നെ പല MFൻ്റെ അണ്ടറിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും നമ്മൾ MFൽ ഒരു സൈറ്റ് എടുത്തിട്ടുണ്ട്, വേറൊരു MFൻ്റെ ഒരു സൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് ക്ലാരിറ്റി വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുമില്ല പ്രോപ്പറായിട്ട്. കാരണം കമ്പനി സൈഡിൽ നിന്ന് പെട്ടെന്നാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. CMD പ്രോസസ്സിൽ അവർക്ക് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി വേണമെന്ന് തോന്നിയിട്ടാണ് നമ്മളിത് ചെയ്തത്. നമ്മളെ ഫ്രാഞ്ചൈസിക്കും ഒരു റെഫറൻസ്, ഒരു റിവൈഷൻ പോലെ കിടക്കും അവർക്ക്. അപ്പോൾ അവർക്ക് എളുപ്പമാവും. എന്താണ് ഇവർ പറഞ്ഞു തന്നതെന്ന് മനസ്സിലാവും ഇതിലൂടെ കാണുമ്പോഴത്തേക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസ് നമ്പറിൽ വിളിച്ച് അർജുൻ ഇങ്ങനെ ചെയ്തു, എനിക്കത് ഒന്നുകൂടെ പിടികിട്ടിയില്ല, ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറയാം. അല്ലെങ്കിൽ വേറെ MFനുള്ള ആൾക്കാരെ കമൻറ്റ് എടുക്കുക. കമൻറ്റ് നോക്കിയിട്ട് നമ്മളത് കോമൺ ഇഷ്യൂ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യില്ല. കമൻറ്റ് വീഡിയോ ചെയ്യാൻ ബാക്ക് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ കാര്യം നോക്കണം, നമ്മുടെ ഓൺ സൈറ്റ്സ് നോക്കാനുണ്ട്. പിന്നെ ഇഷ്യൂസ് വരുന്ന കോമൺ ആണെങ്കിൽ നമ്മളത് ജെന്യുവൻ കേസാണ്, നമ്മൾ മറ്റ് ഫ്രാഞ്ചൈസികൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ വീഡിയോ ചെയ്യും.
MDMF-ലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉപയോഗപ്പെടണം. ഹിറ്റാച്ചി WLA സെക്ടറിൽ ഒരു ബൂം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായെന്ന് കരുതുന്നു. CMDയിലോട്ട് മാറ്റാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾ MFനെ കോൺടാക്റ്റ് ചെയ്യുക. വെച്ചുകൊണ്ടിരിക്കരുത്. 1-ാം തീയതിയാണ്, ശമ്പള ദിവസമാണ്, ട്രാൻസാക്ഷനുള്ള ദിവസമാണ്. മാക്സിമം ആൾക്കാർ സൈറ്റ് ഡൗൺ ആവാതെ നവംബർ ഓടിക്കാൻ നോക്കുക.